ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കുറച്ച് കീര കിട്ടിയിട്ടുണ്ട്. ഈ കീര നമുക്കൊന്ന് കടഞ്ഞ് കറി വയ്ക്കുന്നത് കൊഴുമ്പ് കീര എന്ന് പറയും. ഇത് കാരണം നല്ല കുളുകുളുന്നിരിക്കും ഇത് നമ്മൾ കറി വയ്ക്കുമ്പോൾ. പണ്ടൊക്കെ ഇത് അമ്മമാർ അമ്മ കൂട്ടാൻ വെച്ച് തരുമ്പോൾ ഇതിന് തേങ്ങ ചേരില്ല, താളിക്കാനായിട്ടുള്ള എണ്ണ കാണില്ല. ഇപ്പം നമുക്കെല്ലാം ഉണ്ട്. പക്ഷേ എന്നാലും നമ്മളെ മക്കൾക്ക് ഇതൊന്നും ഇഷ്ടമില്ല. ഞാൻ അതിനാവശ്യമുള്ള സാധനങ്ങൾ കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, തേങ്ങ, വെളുത്തുള്ളി, മുളക് പൊടി, ജീരകം, മഞ്ഞൾപ്പൊടി, ഇത്രയും ഞാൻ അരയ്ക്കാനൊക്കെ എടുത്തിട്ടുണ്ട്. രാവിലെ ഞാൻ ഇതെടുത്തതിൻ്റെ മോൾ പറഞ്ഞ് എനിക്കിത് ഇഷ്ടമില്ല, ഞാൻ ഇത് കഴിക്കില്ല എന്ന്. പക്ഷേ ഞാൻ അതിനും ഒരു ഐഡിയ വെച്ചിട്ടുണ്ട്. ഇവളെങ്ങനെ കഴിക്കില്ല എന്ന് പറഞ്ഞ് ഇവരെങ്ങനെ കഴിപ്പിക്കണമെന്ന് നമുക്ക്. കാരണം നമ്മളൊക്കെ തിന്ന ഭക്ഷണങ്ങൾ നമ്മളെ മക്കളെ തീറ്റിപ്പിക്കണമല്ല. മൺചട്ടിയിൽ പരിപ്പെടുത്ത് ഞാൻ അവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കീര അരിഞ്ഞ് ആ ഉള്ളി ഒന്ന് അരിഞ്ഞെടുക്കാം. ഞാൻ ഇത് നല്ലവണ്ണം ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കൊച്ചുള്ളിയും അതുപോലെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ പരിപ്പിൽ കൂട്ടി ഒന്ന് അവിച്ചെടുക്കാം. പരിപ്പ് നല്ലവണ്ണം വെന്തിട്ടുണ്ട്. നമുക്ക് ഈ കീരയൊന്ന് ഇതിൻ്റെ അകത്തൊന്ന് വാരിയിട്ട് കൊടുക്കാം. നല്ലവണ്ണം ഒന്ന് വെന്ത് വരട്ടെ. അതിന് മുന്നേ നമുക്കൊന്ന് അരച്ചെടുക്കാം. നമുക്കിതിൽ ആവശ്യത്തിനുള്ള ഉപ്പൊന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇതാ കീര ഇതൊക്കെ ഉണ്ടോ, നല്ലവണ്ണം കീര വെന്ത് ഞാനിവിടെ അരച്ച് എടുത്തിട്ടുണ്ട്. ഞാൻ എടുത്ത് വെച്ചത്ര അരപ്പ് ഈ സ്റ്റേജിൽ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഈ അരപ്പ് നമുക്കതിലൊന്ന് ഇട്ട് കൊടുക്കാം. അരപ്പൊന്ന് നമ്മളിതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം. സൂപ്പറായ ഒരു കൊഴുമ്പ് കീര കറി റെഡിയായി. അതിൻ്റെ അകത്ത് കടുവറുത്തൊന്ന് ഒഴിച്ചു കൊടുത്ത് ഇതിനൊന്ന് അല്പം ചൂടായി നമുക്കൊന്ന് കിട്ടട്ടെ. ഞാൻ ഇതിൽ പകുതി കീരയാണ് ഞാൻ കറിക്കെടുത്തത്, പകുതി തോരനായിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ കീരയുടെ യഥാർത്ഥ പേരെന്തിരുന്ന് കമൻറ്റിൽ എനിക്കൊന്ന് പറഞ്ഞു തരണം, അറിയാമെങ്കിൽ. നമുക്ക് കീരക്കറി നോക്ക് വേണ്ടെന്ന് പറഞ്ഞ് ഞാൻ ആ കീരക്കറി ഇവർക്ക് എങ്ങനെ കഴിക്കാമെന്ന ഐഡിയ പപ്പടത്തിന് ഇതിൻ്റെ അകത്തൊന്ന് പൊടിച്ച് നമുക്ക് എത്തിച്ച്. ഇതിൽ കീരക്കറി അവർക്ക് ഇഷ്ടമല്ല, മോളാണ് ഇത് പറയണത്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഈ കീരക്കറി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചിട്ട് ഈ ചോറ്, റേഷൻ അരി ചോറ് ഇതിൻ്റെ അകത്ത് ഞാൻ ഇട്ട് കൊടുത്ത് ഇതിന് നമുക്ക് നല്ലവണ്ണം ഒന്ന് കിണ്ടിയെടുക്കാം. ഈ കറി ഒഴിച്ചിട്ട് നമുക്ക് കിണ്ടിയെടുക്കാം. സൂപ്പറാ കീരക്കറി ഒഴിച്ച് ഞാൻ ചോറ് കടഞ്ഞ് ഇത് കണ്ട പപ്പടവും ചോറും കൂട്ടി ഇതിൽ കടഞ്ഞ് ലഞ്ചിനെടുത്ത് വെച്ചിട്ടുണ്ട്. അവിയൽ എടുത്ത് വെച്ചിട്ടുണ്ട്. 2 പേർക്കും പേരയ്ക്ക ആപ്പിളും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് ഇവർ ഈ ചോറ് തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല, ഇവർക്ക് എങ്ങനെയും കഴിച്ചേ പറ്റൂ. ഇതേപോലെ നിങ്ങൾ ഒരിക്കൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.